കണ്ണടച്ചിരുന്നോ, കാറ് മസാജ് ചെയ്ത് തരും. ഓ കൊള്ളാലോ, അമ്പട കാറേ. എടാ ഞാനേ കഴിഞ്ഞ ദിവസം ട്രാഫിക്കിൽ നിന്നപ്പം നമ്മുടെ മമ്മൂക്കയെ കണ്ടു. ഒരു കുന്നിക്കുരു പോലത്തെ കാറ്, എന്നാ ലുക്കായിരുന്നു. മിനി കൂപ്പർ. നീ ആദ്യം ആ വണ്ടി കൊണ്ടുവാ, എന്നിട്ടെന്താ മമ്മൂക്ക ഇരിക്കുന്ന പോലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇരുന്നങ്ങ് പോണം. കൂപ്പർ. രാത്രി കറക്റ്റ് 12 മണിക്ക് ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച എന്തും നടക്കും. ചാമ്പിക്കോ. എന്താ പ്രാർത്ഥിച്ചേ? അത് ട്രാഫിക്കിൽ നിന്ന് ലോക്കലിലേക്ക് ഒരു ട്രാൻസ്ഫർ തരണേന്ന്. ഹംസ സാറേ, വലിയ വണ്ടികളൊക്കെ ആണല്ലോ. എനിക്കേ ആ ഉത്സവത്തിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഫ്രണ്ടിന്റെ വണ്ടി കിട്ടിയപ്പോ ലിഫ്റ്റ് അടിച്ചതാ. ശരി സാർ. ആടാ ഇപ്പൊ കാക്കിയില്ല, ചാർജ് എടുത്തിട്ട് ചൂടോടെ വിളിക്കുക. CSR വന്നിട്ട് ഡ്യൂട്ടി പറയും. പുണ്യാളെ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അതും അങ്ങ് ഏറ്റാ മതിയായിരുന്നു. ഹലോ, സീനിയർ ഓഫീസർ കണ്ട സല്യൂട്ട് ചെയ്യില്ല അല്ലേ? അത് സാർ ഞാൻ വേണ്ട വേണ്ട, താൻ ചെല്ല്. ഇന്നത്തേക്ക് ഈ ടിഷ്യൂ മതി. സാർ എൻ്റെ ഡ്യൂട്ടി പറഞ്ഞില്ലായിരുന്നു. തന്നെ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഇടാം. നീ പോടാ, നിനക്ക് ചെയ്യും. ഇതും അതേപോലത്തെ വല്ല കേസാണ്. മദാമ ഡീസന്റ് അല്ലേ? വിസ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ചെയ്ത കേസാ. കോടതി പോണം, ജാമ്യം എടുക്കണം, അത്രേ ഉള്ളൂ. My girlfriend. Good selection. Mercy, madam. Aiva. അവരെന്നെ വിചാരിച്ചു കാണോ? അവരെന്ത് വിചാരിക്കാൻ? Let's go top gear. പ്രതിമൻ സാറേ, വാ. അപ്പച്ചരി കാണാം, വാടാ. ഇതെന്നെ കാറൊക്കെ ആയിട്ട് കോടതി ഡ്യൂട്ടിക്ക് ജീപ്പ് എന്ത്? അത് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് സാർ കൊണ്ടുപോയെന്നേ. പോലീസ് അസോസിയേഷന്റെ പരിപാടിക്കായിരിക്കും. തീരെ ഏർപ്പാടാ. അത് തന്നെ, അതുകൊണ്ട് എന്നോട് ഹംസ സാർ പറഞ്ഞു ടാക്സി വിളിച്ചോളെ. അത് നന്നായി. അല്ല, ഇതെന്നതാ സാറേ കേസ്? മോഷണം, കൊലപാതക ശ്രമം. ഓ, കൊറേ ഉണ്ടല്ലോ. അതെ, മിടുക്കനാ. നടക്ക്, വാ വാ. അതെ, അയാളെ അറിയോ? ഇല്ല. എന്റെ അമ്മേ. അതെ, നാളെ ഒരു സ്പെഷ്യൽ ഡേയാ. എന്നാന്ന് പറയാവോ? എന്താ? അറിയില്ല. എന്നാന്ന് അറിയത്തില്ലേ? ഇല്ല. നീ പോടാ, പോ. ഞാൻ വിളിക്കാം. വേണ്ട. എൻ്റെ പൊന്നാംസക്ക് എന്നെ അങ്ങ് കൊല്ലി. അതാണ് ഇതിനേക്കാളും നല്ലത്.
സാർ ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരുത്തൻ വണ്ടിയുടെ ടയർ മാറുന്നു. ഛേദമില്ലാത്തൊരു വേറില്ലെന്ന് ഓർത്ത് ഞാൻ കുറച്ച് നേരം ടോർച്ച് അടിച്ചു കൊടുത്തു. ഒരു വണ്ടിയുടെ 4 ടയറും ഒരുമിച്ച് പഞ്ചറാവും. സാർ ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ഒരു വേറെ ഞാൻ പോയതാ. എടോ അത് ആ കളക്ടറുടെ അമ്മായിച്ചൻ്റെ വണ്ടിയാ. ഈ വിഷ്വൽസ് വെച്ചിട്ട് എവിടെന്നെങ്കിലും അവനെ പൊക്കാൻ പറ്റുമോ നോക്ക്. സാർ ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും ഇറങ്ങി അന്വേഷിക്കാൻ പറ. ചെല്ലേ. ആ പ്രതിഭേ, കുഞ്ഞുമോനെ, രാജീവേ, എല്ലാവരും ഇറങ്ങിക്കോ. ഇന്ന് സിറ്റി മുഴുവൻ അടിച്ചു പറയണം. ഇന്ന് അവനെ പിടിച്ചിരിക്കണം. എസ്ഐയോട് അവന്റെ കളി. കൊച്ചിനെങ്ങോട്ടാ? അല്ല, എല്ലാരോടും ഇറങ്ങാൻ പറഞ്ഞില്ല. എന്നാത്തിനാ പാതിരാത്രിക്ക് വെള്ളം കണ്ട് പേടിച്ച് ബോധം കണ്ട് വീഴാനോ? അയ്യോ, ഇവിടെ ഇരുന്നാ മതി. ഞാൻ പറഞ്ഞോ സാറേ, ആ, ഈ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലോ ഒരു സേഫ്റ്റിക്ക്. താൻ കൂടെ വരുന്ന കുട്ടിയുടെ സേഫ്റ്റി കൂടുതൽ നല്ലത്. ഇറങ്ങിയാണോ? രാജീവേ, come on, പ്രദീപ്, hurry up. ചുമ്മാ ചൊറയാന്നേ. ആ ടയർ ഇപ്പൊ വേറെ ഏതെങ്കിലും വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട്. ഇറങ്ങി വാ. താൻ നോക്കിക്കേ, വണ്ടി ഇടണോ? താൻ പ്രത്യേകം പറയണം വണ്ടി എടുക്കാൻ. Hurry up, fast. എങ്ങോട്ടാ സാർ പോകണ്ടേ? പൂജാരിയോട് വണ്ടി ഇടണോ? ഞാൻ പറയാം. ഹലോ, സ്പെഷ്യൽ എന്താന്നൊക്കെ പിടികിട്ടി. തന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഷോ ഇതെങ്ങനെ മനസ്സിലായി? അതെല്ലാം സുക്രണ്ണൻ ചൊല്ലിയാച്ച്. അയ്യോ, അതാരാന്നേ? എന്റെ ഫേസ്ബുക്കിന്റെ മുതലാളി. അതെ, പിന്നൊന്ന് ചാടാൻ പറ്റുമോ? തന്റെ കുന്നിക്കുരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പോടാ, ഇത് ട്രാഫിക് അല്ല, ലോക്കലാ. രാവിലെ 8 മണി വരെ ഡ്യൂട്ടിയാ. അപ്പൊ പുണ്യാളിനെ പരിചയപ്പെടുത്തി തന്ന എനിക്ക് തന്നെ പണി. ആ ട്രാഫിക്കിലാകുന്ന സമയത്ത് റോട്ടി വെച്ചെങ്കിലും കാണാൻ പറ്റും. എടോ, തനിക്കൊരു സർപ്രൈസ് റൈഡ് തരാൻ വേണ്ടി കുറച്ച് മെനക്കെട്ട് ഒപ്പിച്ചതാ. 2 മണിക്കൂർ ചാടറൂ വനിതാ കോപ്പേ. ഓ, പറ്റില്ലെങ്കിൽ വേണ്ട, വണ്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം. ആ, നീ ഡാർക്ക് അടിക്കല്ലേ. നീ നിൽക്കും, ഞാനൊന്ന് എറിഞ്ഞു നോക്കട്ടെ. ആ എന്താ സുജയ? അത് സാർ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഹൗ സ്വീറ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. പിന്നെ എനിക്കിന്നൊരു 2 മണിക്കൂർ പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളാം. എന്താ ബർത്ത്ഡേ സെലിബ്രേഷനാ? എന്നാ താനൊരു കാര്യം ചെയ്യ്, ലീവ് ഒന്നും എടുത്ത് കാശ് കളണ്ട, ഒപ്പിട്ട് ഇറങ്ങിക്കോ. താങ്ക് യു സാർ. അതെ, പോകുമ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെയുള്ള ഗേറ്റ് വഴി ഇറങ്ങിക്കോ. മെയിൻ ഗേറ്റിൽ CC ക്യാമറ ഉണ്ട്.